ഇ.പി. ജയരാജന്റെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ബലപ്രയോഗം നടത്തി. ബന്ധുനിയമന വിവാദത്തിൽ മന്ത്രി ഇ.പി. ജയരാജന്റെ വസതിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനമായിരുന്നു. പോലീസ് ബലപ്രയോഗം നടത്തി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ബലപ്രയോഗം നടത്തിയിരിക്കുന്നു. മന്ത്രിയുടെ കോലവും പ്രവർത്തകർ കത്തിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സിജോ വി ജോൺ ചേരുകയാണ്. സിജോ, ഒരു സംഘർഷാവസ്ഥ തന്നെയായിരുന്നു, ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ടോ? അനൂപ്, ഇപ്പോൾ സംഘർഷാവസ്ഥയില്ല. ബന്ധു നിയമന വിഭാഗത്തിൽ മന്ത്രി ഇ.പി. ജയരാജന്റെ രാജി ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. തിരുവനന്തപുരത്ത് DCC ഓഫീസിൽ നിന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ച് ആരംഭിച്ചത്. വഴുതക്കാട് അദ്ദേഹത്തിന്റെ വസതിക്ക് ഏതാനും മീറ്ററുകൾക്ക് മുന്നിൽ വെച്ച് പോലീസ് ഈ മാർച്ച് തടയുകയായിരുന്നു. തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസ് ആണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ഇ.പി. ജയരാജൻ രാജിവെക്കുന്നവരെ പ്രതിഷേധം തുടരുമെന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ബന്ധു നിയമനത്തിൽ T.K. ശ്രീമതിക്കും ഇ.പി. ജയരാജന് മാത്രമല്ല മുഖ്യമന്ത്രിക്കും പങ്കുണ്ടെന്ന് ഡീൻ കുര്യാക്കോസ് ആരോപണം ഉന്നയിക്കുകയാണ് ചെയ്തത്. എന്തായാലും തന്റെ പോലീസിനേക്കാൾ വിശ്വാസം ഇ.പി. ജയരാജനാണ് മുഖ്യമന്ത്രിക്കെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. അതിനെ തുടർന്ന് മാർച്ചിൽ ചെറിയ രീതിയിലുള്ള നേരിയ സംഘർഷം ഉണ്ടാകുകയായിരുന്നു. പ്രവർത്തകർ ബാരിക്കേഡ് നീക്കം ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഇപ്പോൾ എന്തായാലും സ്ഥലത്ത് സംഘർഷാവസ്ഥയില്ല, സ്ഥിതി ശാന്തമാണ്. അനൂപ്.